നാല് പ്രധാനപ്പെട്ട ദേശീയ വാർത്തകൾ ഇന്ന് ഇംഗ്ലീഷ് മലയാളം ദിനപത്രങ്ങൾക്ക് പ്രാധാന്യത്തോടെ നൽകാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ ആദ്യത്തേത് നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്ത വാർത്തയാണ്. അതിൽ ആദ്യത്തേത് ജഡ്ജിയുടെ വീട്ടിൽ, നമ്മുടെ ഡൽഹിയിലെ ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിൽ പണക്കൂമ്പാരം കണ്ടെത്തിയ വാർത്തയാണ്. അതിൻ്റെ ഫോളോ അപ്പ് ആണെല്ലാം. യശ്വന്ത് വർമ്മയെ മാറ്റും, സ്ഥലം മാറ്റും, കൊളീജിയം അതിന് ശുപാർശ കൊടുത്തു എന്നുള്ള വാർത്തകൾ. പിന്നെ എന്നുള്ള മഹാരാഷ്ട്രയിൽ നിന്നുള്ളതാണ്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയെ പരിഹസിച്ചെന്ന് ആരോപിച്ച് സ്റ്റാൻഡപ്പ് കൊമേഡിയൻ കുനാൽ കംറയുടെ സ്റ്റുഡിയോ അടിച്ചു തകർത്തൊരു വാർത്ത കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അതിനുശേഷം അതിൻ്റെ ഫോളോ അപ്പ് നിലയ്ക്ക് അദ്ദേഹം മാപ്പ് പറയണം, മാപ്പ് പറയാതെ നിർവാഹമില്ല എന്ന് മഹാരാഷ്ട്ര സർക്കാർ പറയുന്നു. അത് മാപ്പ് പറയില്ല എന്ന് കുനാലിൻ്റെ നിലപാടും, അതും അതൊരു ദേശീയ വാർത്തയായിട്ട് തന്നെയുള്ളത്. പിന്നെ ഒന്ന് നാഗ്പൂർ സംഘർഷത്തിൽ അറസ്റ്റിലായ ഹഫീം ഖാൻ്റെയും യൂസഫ് ഷെയ്ഖിൻ്റെയും വീട് ഇടിച്ചു തകർത്ത വാർത്ത. ഇതോടൊപ്പം തന്നെ എം പിമാരുടെ ശമ്പള വർധനവ്. ഈ നാല് വാർത്തകളാണ് ദേശീയ മാധ്യമങ്ങൾക്കും മലയാള മാധ്യമങ്ങൾക്കും ദേശീയ വാർത്തകളായിട്ട് പ്രാധാന്യത്തോടെ നൽകാനുണ്ടായിരുന്നത്. ഇതിനെ ഒരുപക്ഷെ മറ്റ് ഒരുപാട് വാർത്തകൾ ഉള്ളതുകൊണ്ടായിരിക്കാം മനോരമയും മാതൃഭൂമിയും അടക്കമുള്ള പ്രധാനപ്പെട്ട മലയാള പത്രങ്ങളൊക്കെ ഉൾപേജിലേക്ക് മാറ്റി. എന്നാലും ജസ്റ്റിസ് വർമ്മയുടെ വാർത്ത മനോരമ ഒന്നാം പേജിൽ കൊടുത്തിട്ടുണ്ട്. മാതൃഭൂമിയും ജസ്റ്റിസ് വർമ്മയെ മാറ്റി എന്ന് പറഞ്ഞുകൊണ്ട് മടക്കി അയക്കുമെന്ന് മനോരമയും മാറ്റി എന്ന് മാതൃഭൂമിയും ഒന്നാം പേജിൽ വളരെ വിശദമായി കൊടുത്തിട്ടുണ്ട്. എം പിമാരുടെ ശമ്പള വർധനവിനെക്കുറിച്ചും ഈ രണ്ട് പത്രങ്ങളും ഒന്നാം പേജിൽ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തൊരു ഒരു കുഴപ്പം എന്താ വെച്ചാൽ, ഈ മറ്റു രണ്ട് വാർത്തകൾ, നാഗ്പൂരിൽ നിന്നുള്ള വാർത്തയും അതോടൊപ്പം തന്നെ കുനാൽ കംറയുടെ വാർത്തയും നമ്മുടെ പ്രധാനപ്പെട്ട പത്രങ്ങളെല്ലാവരും, പ്രത്യേകിച്ചും മാതൃഭൂമിയും മനോരമയും അടക്കമുള്ള ഒന്നാം നിര പത്രങ്ങളടക്കമുള്ള പത്രങ്ങൾ അത് ഉൾപേജിലേക്കോ അല്ലെങ്കിൽ ഒഴിവാക്കാനോ ശ്രമിച്ചിട്ടുണ്ട്. ആ രണ്ട് വാർത്തകളെയും അത് വലിയ പ്രാധാന്യത്തോടെ കൊടുക്കാൻ ശ്രമിച്ചിട്ടില്ല. അത് കാരണം ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ഒരു ഉപമുഖ്യമന്ത്രിയെ വിമർശിച്ചു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോ അടിച്ചു തകർക്കുന്നു, അദ്ദേഹത്തോട് മാപ്പ് പറയാൻ ആവശ്യപ്പെടുന്നു, ഒരു സർക്കാർ തന്നെ മാപ്പ് പറയാൻ ആവശ്യപ്പെടുന്നു. ഈ വാർത്ത ഒരുപക്ഷെ അത് ഉൾപേജിലേക്ക് മാറ്റുന്നു ഈ നമ്മുടെ പ്രധാനപ്പെട്ട പത്രങ്ങൾ. പക്ഷേ ഇംഗ്ലീഷ് ദിനപത്രങ്ങളെല്ലാവരും, ഇന്ത്യൻ എക്സ്പ്രസ് ആയാലും ഹിന്ദു ആയാലും അടക്കമുള്ള പത്രങ്ങളൊക്കെ ആ രണ്ട് വാർത്തകളെയും വലിയ പ്രാധാന്യത്തോടെ നൽകുന്നു. ഇദ്ദേഹത്തിൻ്റെ വീട് അടിച്ച് തകർത്ത, അതായത് ബുൾഡോസർ രാജ് അത് ഏർപ്പെടുത്തിയ ഒരു വാർത്ത. ആ വിഷയം സുപ്രീം കോടതി കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഉത്തർപ്രദേശിലെ ബുൾഡോസർ രാജിനെ കുറിച്ച് പറഞ്ഞടക്കം വെച്ച് നമ്മുടെ മറ്റു പത്രങ്ങൾ, നമ്മുടെ രണ്ടാം നിര മൂന്നാം നിര പത്രങ്ങളൊക്കെ, ഞാൻ പേരുകളെടുത്ത് ആവർത്തി പറയുന്നില്ല, രണ്ടാം നിര മൂന്നാം നിര പത്രങ്ങൾ പ്രധാനപ്പെട്ട വാർത്തയായിട്ട് ഒന്നാം പേജിൽ കൊടുത്തിട്ടുണ്ട് എന്ന് വേണം കാണാൻ. ഇനി ഇതിനകത്ത് ഏറ്റവും പ്രത്യേകതയുള്ളത് നമുക്കറിയാവുന്നൊരു വലിയ വാർത്ത, കേരളം മാത്രമല്ല എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സ്ഥാനാരോഹണം. അത് ജോസഫ് മാർ ഗ്രിഗോറിയോസിൻ്റെ സ്ഥാനാരോഹണം ഇന്നാണ്. അത് ഒരുപക്ഷേ നമ്മുടെ ഭാരതവുമായി മധ്യപൂർവ്വ ദേശത്തിനുള്ള വലിയ ബന്ധത്തെ ഉദ്ഘോഷിക്കുന്ന ഒരു വാർത്തയും അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണവും അദ്ദേഹത്തിൻ്റെ വാഴിക്കലും അത് മനോരമ ഒന്നാം പേജിൽ മാത്രമല്ല പിന്നീട് അങ്ങോട്ട് ഉൾപേജിലേക്കും അത് ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് വേണം കാണാൻ. ഏറ്റവും പ്രധാനമായിട്ട് മാതൃഭൂമി അതിനെ ഒരുപക്ഷെ കുറച്ചും കൂടി വിശാലമായിട്ട് ഉൾപേജിൽ അതിനെ ഒന്നാം പേജിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഉൾപേജിലേക്ക് കൊണ്ടുവന്നതിനെ വളരെ വിശാലമായ അടിസ്ഥാനത്തിലാണ് ഏതാണ്ട് മൂന്നാം പേജിൻ്റെ മുഴുവനായി എടുത്തുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. വചനിപ്പ് തിരുനാൾ ദിനം സഭയ്ക്ക് ഇരട്ടി മധുരം എന്നുകൊണ്ടും പരിമല തിരുമേനിയുടെ 4ാം തലമുറക്കാൻ അങ്ങനെ പുണ്യനിമിഷത്തിന് സാക്ഷികളാകാൻ സഹോദരങ്ങൾ, മലങ്കരയ്ക്ക് അഭിമാനം ആഹ്ലാദം. അതായത് പാത്രിയാർക്ക സെൻറ്ററിൽ നടക്കുന്ന ഒരുക്കങ്ങളെക്കുറിച്ചും എല്ലാം വളരെ വിശദമായി ഈ മനോരമയും മാതൃഭൂമിയും ഉൾപേജിലടക്കം വളരെ വലിയ വാർത്തയായി കൊടുത്തിട്ടുണ്ട് എന്ന് വേണം കാണാൻ. ഒരു പക്ഷേ മറ്റു പത്രങ്ങൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാം നിര മൂന്നാം നിര പത്രങ്ങൾക്ക് ആ വാർത്ത വലിയ പ്രാധാന്യത്തോടെ കൊടുക്കാൻ കഴിയാത്തവരുടെ പേജുകളുടെ എണ്ണക്കുറവോ അല്ലെങ്കിൽ കളർ പേജുകളുടെ എണ്ണക്കുറവോ ഉണ്ടായിരിക്കും. പക്ഷേ എന്നാലും ആ പത്രങ്ങളൊക്കെ അതിന് ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് വേണം കാണാൻ. കേരളത്തിലെ യാക്കോബായ സഭയുടെ പുതിയ ശ്രേഷ്ഠ കാത്തോലിക്ക ബാവയായി അധികാരമേൽക്കുന്നു അല്ലെങ്കിൽ അഭിഷിക്തനാകുന്നു, വാഴ്ത്തപ്പെടുന്നു എന്നുള്ള വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇന്നൊരു പക്ഷേ എല്ലാവരും കാത്തിരിക്കുന്നതും, ഒരുപക്ഷെ യാക്കോബായ സഭ മാത്രമല്ല ഒരുപാട് ആളുകൾ അതിനുവേണ്ടി കാത്തിരിക്കുന്നു. എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്, ഈ നാടും നമ്മുടെ നാടും വൈദേശിക ബന്ധവുമായി എന്താണ് ബന്ധമുള്ളത്, അതിൻ്റെ ഒരു സഭാ ചരിത്രം എന്താണെന്നുള്ളതൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വാർത്ത വലിയ പ്രാധാന്യമുള്ളതായിട്ട് വേണം കാണാൻ. ഇനി മറ്റു ചില വാർത്തകളിലേക്ക് പോകേണ്ടതുണ്ട്. അത് മനോരമയുടെ 9ാം പേജിലേക്ക് പോയാൽ, ഈ മനോരമയുടെ 9ാം പേജിലേക്ക് പോയാൽ ആ വാർത്തകൾ വളരെ വിശദമായി കാണാൻ കഴിയും. കാരണം ഇന്നലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിലൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ദേശീയ വാർത്തകളായിരുന്നില്ല. ഏറ്റവും വലിയ സംഭവം അമരത്ത് രാജീവ് എന്ന് മനോരമ 9ാം പേജിൽ ഹെഡിങ് കൊടുത്തിട്ടുള്ള, അതായത് രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി വന്നു എന്നുള്ള വാർത്തയാണ് വലിയ പ്രാധാന്യത്തോടെ എല്ലാവരും കൊടുത്തിട്ടുള്ളത്. അത് മനോരമ 9ാം പേജിൽ വളരെ വിശദമായി കൊടുത്തിട്ടുണ്ട്. അമരത്ത് രാജീവ് എന്നുള്ളതാണ്, വിവാദങ്ങൾക്കില്ല വികസനം മാത്രം എന്നുകൊണ്ട് അവരുടെ ലേഖകൻ്റെ AS ഉല്ലാസിൻ്റെ ചോദ്യവേളയായി കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കേരളത്തിൽ നിന്ന് ദേശീയ കൗൺസിലേക്ക് 30 അംഗങ്ങളുണ്ട്. ആ 30 അംഗങ്ങളുടെയും പേരുകൾ പറയുന്നുണ്ട്. അതായത് അത് ഇന്നലെയായിരുന്നു തീരുമാനിച്ചത്. അതിൽ ഏറ്റവും കൗതുകമുള്ള 3 പേരുകൾ, ഏറ്റവും പുതിയ 3 പേരുകൾ C കൃഷ്ണകുമാർ പാലക്കാട് എന്നുള്ളത്, പത്മജ വേണുഗോപാൽ നമുക്കറിയാം, PC ജോർജ്, ഈ 3 പേരുകൾ
ദേശീയ കൗൺസിലിലേക്ക് വരുന്നു എന്നുള്ളത് കൂടി വളരെ ശ്രദ്ധയോടുകൂടി കാണേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ എന്തായിരിക്കും വരാൻ പോകുന്ന ഈ അമരത്ത് വരുമ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു പ്ലാൻ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായി പത്രങ്ങൾ പറയുന്നുണ്ട്. അത് മനോരമയും നന്നായി കൊടുത്തിട്ടുണ്ട്, മാതൃഭൂമി നന്നായി കൊടുത്തിട്ടുണ്ട്. മാതൃഭൂമി ഒന്നാം പേജിൽ അദ്ദേഹത്തിൻ്റെ പടം, അതായത് സംസ്ഥാനത്തെ നേതാക്കന്മാരെല്ലാവരും ചേർന്ന്, അതിൽ ഒ രാജഗോപാലുണ്ട്, കെ സുരേന്ദ്രനുണ്ട്, മന്ത്രി ജോർജ് കുര്യനുണ്ട്, പി കെ കൃഷ്ണദാസുണ്ട്, അവരെല്ലാവരും ചേർന്ന് നിൽക്കുന്നൊരു പടം. അതിൽ സുരേഷ് ഗോപി കൂടിയുണ്ട്. മാലയിട്ടുകൊണ്ട് അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് പടവും കൂടി ചേർത്താണ് മാതൃഭൂമി ആ വാർത്ത കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഉൾപേജിൽ ഈ ഇതേപോലെ തന്നെ ഉൾപേജിൽ വളരെ വിശദമായി രാജീവ് ചന്ദ്രശേഖർ എന്താണ് ഉദ്ദേശിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പ്ലാൻ എന്താണ് എന്ന് വളരെ വിശദമായി പറയുന്ന ഒരു വാർത്തയും ഉൾപേജിലും മാതൃഭൂമിയും കൊടുത്തിട്ടുണ്ട്. എന്തായാലും BJPക്ക് പുതിയ സംസ്ഥാന അധ്യക്ഷൻ വരുന്നു എന്നുള്ളത് വലിയ പ്രാധാന്യത്തോടെ പത്രങ്ങൾ നൽകാൻ തയ്യാറായിട്ടുണ്ട് എന്ന് വേണം നമുക്ക് കാണാൻ. ഇനി കേരളകൗമുദിയിലേക്ക് പോയാൽ, കേരളകൗമുദി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, അതായത് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്, ഈ എല്ലാ പത്രങ്ങളും ഒന്നാം പേജിൽ കൊടുക്കുന്ന വാർത്തകൾക്ക് അപ്പുറത്ത് ഒന്നാം പേജിനെ മറ്റ് ചില വാർത്തകൾ കൊണ്ട് സമ്പന്നമാക്കാൻ കേരളകൗമുദി പലപ്പോഴും ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പത്രത്തെ എടുത്തു പറയുന്നത്. എല്ലാവരും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദേശീയ വാർത്തകൾ ഒന്നാം പേജിൽ വന്നില്ല എന്ന് വിമർശിക്കുമ്പോഴും, ഈ കുനാൽ കമറയുടെയും അല്ലെങ്കിൽ നാഗ്പൂരിലെ വിഷയവുമൊക്കെ ഒന്നാം പേജിൽ വന്നില്ല എന്ന് നമ്മൾ വിമർശിക്കുമ്പോഴും കേരളകൗമുദി ആ വിമർശനത്തെ എല്ലാ ദിവസവും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മറ്റ് ചില വാർത്തകൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അതായത് അത് രണ്ടും വളരെ പ്രധാനപ്പെട്ട രണ്ട് വാർത്തകളാണ്, പറയാതെ പോകാൻ നിർവാഹമില്ല. ഒന്ന്, ചാൻസലർ പദവി മാറ്റൽ. നമുക്കറിയാം, സർവകലാശാലകളും കേരള സർക്കാരും ഗവർണറും ഒക്കെ കൂടിയുള്ള ഒരു പ്രശ്നം, ഒരു കുത്തഴിഞ്ഞ സമ്പ്രദായം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ സമ്പ്രദായത്തെ മാറ്റാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ മാറ്റാൻ തയ്യാറല്ല എന്ന രൂപത്തിൽ ഗവർണർമാരും കേന്ദ്ര സർക്കാരും ഒക്കെ നിൽക്കുന്നൊരു സാഹചര്യത്തിലാണ് ഈ വാർത്തയുടെ പ്രാധാന്യം. ചാൻസലർ പദവി മാറ്റാനുള്ള ബില്ല് രാഷ്ട്രപതി തള്ളി. അത് മറ്റ് പത്രങ്ങളൊക്കെ ആ വാർത്ത ഉൾപേജിലേക്കോ അല്ലെങ്കിൽ 7-ലേക്കോ 9-ലേക്കോ 11-ലേക്കോ ഒക്കെ മാറ്റുമ്പോൾ കേരളകൗമുദി വലിയ വാർത്തയായി ഒന്നാം പേജിൽ കൊടുത്തിട്ടുണ്ട്. അത് നടപടി കേരളത്തിൻ്റെ കേസ് ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെ എന്നുകൂടിയാണ്. അതാണ് ആ വാർത്തയുടെ പ്രാധാന്യം കൂടി. അതിനെ വളരെ വിശദമായി ഒന്നാം പേജിൽ കൊടുത്തിട്ടുണ്ട്. തള്ളിയ ബില്ലുകളെക്കുറിച്ചൊക്കെ വളരെ വിശദമായി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു വാർത്ത കൂടി, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ വലിയ ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, കുട്ടികളിലെ ഡിജിറ്റൽ അഡിക്ഷൻ, അതായത് കുട്ടികൾ ഡിജിറ്റൽ അഡിക്ഷനാണ്. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നിയമസഭയിൽ വലിയ വിശദീകരണം നൽകിയിരുന്നു. അതിൻ്റെ ആ ഡിജിറ്റൽ ആസക്തി, കുട്ടികളിലെ ഡിജിറ്റൽ ആസക്തി തടയാൻ പോലീസ് തയ്യാറാകുന്നു, പോലീസിൻ്റെ നടപടികൾ ആരംഭിക്കുന്നു. ഇതുവരെ രക്ഷിച്ചത് 1700 കുട്ടികളെ എന്നുള്ളതാണ്. ഇത് കേരളത്തിലാണെന്ന് ഓർക്കണം. കേരളത്തിലാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഈ 14-നും 17 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് ഡിജിറ്റൽ ആസക്തി. അതിൽ 1700 കുട്ടികളെയാണ് ഈ ഡിജിറ്റൽ ആസക്തിയിൽ നിന്ന് പോലീസ് രക്ഷിച്ചത് എന്നൊരു കാര്യം കൂടിയാണ് കേരളകൗമുദി ഒന്നാം പേജിൽ പറയുന്നത്. അത് മുഖ്യമന്ത്രിയുടെ ഒരു വിശദീകരണം കൂടിയുണ്ട്, ഫലപ്രദം ഈ പോലീസിൻ്റെ നടപടി എന്നുള്ളതാണ്. അങ്ങനെ പറയുമ്പോഴും, പോലീസിൻ്റെ നടപടി ഫലപ്രദം എന്ന് പറയുമ്പോഴും, കേരളകൗമുദി ഒന്നാം പേജ് വാർത്ത നിലനിൽക്കുമ്പോൾ തന്നെയും മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി, മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ പേജിൽ, മാതൃഭൂമി ഏതാണ്ട് ഇന്ന് എഡിറ്റോറിയൽ പേജ് മുഴുവനായി മാറ്റിവെച്ചിട്ടുള്ളത് പോലീസിനെ കുറിച്ച് പറയാനാണ്. അല്ലെങ്കിൽ പോലീസ് എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പോലീസ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വിശദമാക്കാനാണ്. അനുതാപം എന്ന ആവശ്യ ഗുണം എന്നുള്ളത്, അതായത് മാതൃഭൂമിയുടെ 6-ാം പേജിൽ പറയുന്നത് അനുതാപം എന്ന ആവശ്യ ഗുണം എന്നുള്ളതിനെക്കുറിച്ചാണ്. അത് ഈ കോഴിക്കോട് താമരശ്ശേരി പുതുപ്പാടിയിൽ ലഹരിക്കടിമപ്പെട്ട ഭർത്താവിൻ്റെ കുത്തേറ്റ് ഷിബില എന്ന യുവതി കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ആഴ്ചയാണ്. ആ ഷിബില പോലീസിൽ പരാതി നൽകിയിരുന്നു. ആ പരാതി പോലീസ് എടുത്തത് വളരെ ലാഘവത്തോടുകൂടിയാണ്. പക്ഷേ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഷിബില കൊല്ലപ്പെടുന്നു. അങ്ങനെ പോലീസിനൊരു അനുതാപം, അല്ലെങ്കിൽ ഈ വരുന്ന പരാതിക്കാരോട് പോലീസിൻ്റെ നയം, നടപടി, നിലപാട്, അതിലുണ്ടായ കുഴപ്പങ്ങൾ, പ്രശ്നങ്ങൾ, അത് ആളുകളുടെ മരണത്തിലേക്കും കൊലപാതകങ്ങളിലേക്കും പോയി എന്നുള്ളതും പോലീസിന് വേണ്ടത് അനുതാപമാണ്. അത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പാലക്കാട് നെന്മാറയിൽ ഉണ്ടായ ഇരട്ട കൊലപാതകം അടക്കം, വയനാട്ടിൽ ഗർഭിണിയായ യുവതി പുഴയിൽ ചാടി മരിച്ചത്, ഇതൊക്കെ പോലീസിൻ്റെ ഒരു വീഴ്ച, നമ്മൾ പോലീസിൻ്റെ വീഴ്ച എന്ന് പറയുമ്പോഴും അതിനെക്കുറിച്ച് വളരെ വിശദമായി എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട്. അത് മാത്രമല്ല, പോലീസ് പഠിക്കേണ്ട പാഠങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് 6-ാം പേജിൽ എഡിറ്റോറിയൽ പേജ് വളരെ വിശദമായി മുൻ ജില്ലാ പോലീസ് മേധാവിമാരുടെയും മുൻ ക്രൈംബ്രാഞ്ച് SP-യുടെയും അഡീഷണൽ SP-യുടെയും ഒക്കെ വിശദീകരണങ്ങൾ, അല്ലെങ്കിൽ അവരുടെ നിലപാടുകൾ പറഞ്ഞുകൊണ്ട് പോലീസ് പഠിക്കേണ്ട പാഠങ്ങൾ, ഇത് കേരളത്തിൽ ഒരുപക്ഷെ പാഠമാണ്, പോലീസിനും പാഠമാണ്. ആ രൂപത്തിൽ മാതൃഭൂമി വലിയ വിശദമായി അക്കാര്യത്തെ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് വേണം പറയാൻ. ഇനി 1-2 വാർത്തകൾ കൂടി പറയാനുണ്ട്, പക്ഷേ എൻ്റെ സമയക്കുറവ് കൊണ്ട് വേഗം പോവുകയാണ്. സ്പോർട്സ് പേജ് വളരെ പ്രാധാന്യത്തോടെ ഇന്ന് കാണേണ്ടതാണ്. മലയാളിക്ക് വലിയ സന്തോഷമുണ്ടാക്കുന്ന ഒരു വാർത്ത, അല്ലെങ്കിൽ മലയാളിയുടെ വൈകാരികതയെ തൊട്ടുണർത്തുന്ന ഒരു സംഭവം. ഇന്നലെ മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സും IPL നടക്കുകയാണെന്ന് നമുക്കറിയാം. അതിൽ സംഭവിച്ചു. ഒരു ചെറുപ്പക്കാരൻ, 23 വയസ്സുള്ള ചെറുപ്പക്കാരൻ, അദ്ദേഹം ചെന്നൈ സൂപ്പർ കിങ്സിനെ, നമ്മുടെ ധോണിയുടെ ചെന്നൈ സൂപ്പർ കിങ്സിനെ ഒന്ന് ഉറപ്പിച്ചു. മുംബൈ തോറ്റെങ്കിൽ പോലും ആ ചെറുപ്പക്കാരനായിരുന്നു ഇന്നലത്തെ താരം. ആ താരത്തെക്കുറിച്ചാണ് എല്ലാ പത്രങ്ങളുടെയും സ്പോർട്സ് പേജിൽ, അതിൽ ടൈംസ് ഓഫ് ഇന്ത്യ 1-ാം പേജിൽ ആ വാർത്ത കൊടുത്തിട്ടുണ്ട്. ഞാൻ ദേശാഭിമാനി എടുത്തു വെച്ചത്, ദേശാഭിമാനിയുടെ ഹെഡിങ്
എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഈ ഓട്ടോയിലാണ് ആ വിക്കറ്റുകൾ. ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു അച്ഛൻ്റെ മകനാണ് ഈ വിഘ്നേഷ് പുത്തൂർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. മുംബൈ ഇന്ത്യൻസ് താരം, ഒരുപക്ഷെ നാളെ ഇന്ത്യയുടെ താരമാകേണ്ട ആളായിരിക്കും. അത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നിന്നാണ്. അത് പേരെടുത്ത് തന്നെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ പത്രങ്ങളൊക്കെ, അതായത് ഇംഗ്ലീഷ് പത്രങ്ങളിലേക്ക് പോയാലായിരിക്കും നമുക്ക് അതിൻ്റെ കൗതുകം മനസ്സിലാവുക. ആ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ എക്സ്പ്രസ് പറയുന്നത്, ഫ്രം മലപ്പുറം ടു എ സ്റ്റയറി IPL നൈറ്റ് ഇൻ ചെന്നൈ, വിഘ്നേഷ് ടെയിൽ. ആ ഹെഡിങ്ങിൽ തന്നെ കാര്യങ്ങളുണ്ട്. ഇംഗ്ലീഷ് പത്രങ്ങളൊക്കെ വളരെ നന്നായി. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വിഘ്നേഷ് പുത്തൂർ വളരെ ഹിറ്റായ താരമാണ്. അതുകൊണ്ട് തന്നെ ആ വിഘ്നേഷ് പുത്തൂരിൻ്റെ വാർത്തയ്ക്കും വലിയ പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യം എല്ലാ പത്രങ്ങളും വലിയ പ്രാധാന്യത്തോടെ കൊടുത്തിട്ടുണ്ട് എന്നുകൂടി പറയേണ്ടതുണ്ട്. വിഘ്നേഷ് പുത്തൂരിന് എല്ലാവിധ അഭിവാദ്യങ്ങളും പറയുന്നുണ്ട്. കാരണം നാളെ അയാൾ ഇന്ത്യയുടെ താരമാകേണ്ടതാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രസ് സ്റ്റോപ്പ് അവസാനിപ്പിക്കുന്നു. സേതു. ശരി ശ്രീജിത്ത്, ഇങ്ങനെ പത്രങ്ങളൊക്കെ വളരെ വിശകലനമായി അവലോകനം ചെയ്തു. പത്രവാർത്തകൾ ഓരോന്നും ഇഴകീറി നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. പക്ഷേ പ്രേക്ഷകർ പറയുന്നത് ശ്രീജിത്ത് ബാലകൃഷ്ണന്റെ കന്നഡ സൂപ്പറായിട്ടുണ്ടെന്ന്. ഷട്ടായിരുന്നു ഇപ്പോൾ കന്നഡയിലെത്തിയല്ലേ. കന്നഡ പിന്നെ മാറിയതാണ്. ഈ പ്രായമാകുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ടായി. അത് പറയണ്ട. ഓക്കെ. ശരി ശ്രീജിത്ത്, നമുക്കിപ്പോൾ നാളെ വീണ്ടും പ്രസ് സ്റ്റോപ്പിൽ കണ്ടുമുട്ടാം.